സ്ത്രീയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇന്ന് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. നമസ്കാരം. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സുരക്ഷയും വനിതാ സംരക്ഷണ ബില്ല്. പണ്ടൊക്കെ മുനിമാർ ചോദിച്ചാൽ രാജാക്കന്മാർ എന്തും കൊടുക്കും. വിദർഭയിലെ രാജാവിൻ്റെ മകളായിരുന്ന ലോപമുദ്രയെ അഗസ്ത്യമുനി വിവാഹം ചെയ്തു തരണമെന്ന് രാജാവിനോട് അഭ്യർത്ഥിക്കുന്നു. ലോപമുദ്രയെ അഗസ്ത്യമുനിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. വിവാഹാനന്തരം ലോപമുദ്ര അഗസ്ത്യമുനിയോടൊപ്പം വനത്തിൽ താമസിക്കുന്നു. കാലങ്ങൾ ഏറെ പിന്നിടുമ്പോഴും ലോപമുദ്ര എന്ന പത്നിയുടെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൂജാധികാരികൾക്ക് വേണ്ടി ഭർത്താവിനെ സഹായിക്കുക. കുളി കഴിഞ്ഞ് ഈറനായി വന്ന ലോപമുദ്രയെ കണ്ട അഗസ്ത്യമുനിക്ക് വല്ലാത്ത ഒരാവേശം ജനിക്കുകയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ എവിടെ ജോൺ എന്ന കവിതയിൽ പറയുന്നത് പോലെ, ഇത്ര നാളും നിങ്ങൾ എവിടെയായിരുന്നു? വനത്തിൽ കാഷായ വസ്ത്രമണിഞ്ഞ് പൂജാതികർമ്മങ്ങളിൽ സഹായിക്കുക എന്നതായിരുന്നു ലോപമുദ്രയുടെ പ്രധാനപ്പെട്ട ജോലികൾ. വികാരപരവശനായി നിൽക്കുന്ന അഗസ്ത്യമുനിയെ കണ്ട് ലോപമുദ്ര ചില ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുന്നു, ചില കണ്ടീഷനുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഞാനുമായി ഇണചേരണമെങ്കിൽ ഞാൻ മുൻപ് രാജകൊട്ടാരത്തിൽ താമസിച്ചിരുന്ന അതേ ഫെസിലിറ്റിയോടുകൂടി, അതേ സുഖ സൗകര്യങ്ങളോടുകൂടി ഇവിടം സുന്ദരമാക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളുമായി ഇണചേരുവാൻ തയ്യാറാണ്, നിങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുവാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ലോപമുദ്രയുടെ കണ്ടീഷനുകൾ കേട്ട ഹൈ പ്രഷറിൽ നിൽക്കുന്ന അഗസ്ത്യമുനി, ഞാൻ സാധുവല്ലേ, ഞാൻ വളരെ പാവപ്പെട്ടവനല്ലേ, എനിക്കെവിടെ നിന്നാണ് ഇത്രയും പണം ലഭിക്കുക? ലോപമുദ്ര തിരിച്ചു പറയുന്നു, നിങ്ങൾ മുനിയല്ലേ, സന്യാസിയല്ലേ, ചോദിച്ചാൽ എന്തും കിട്ടും. നിങ്ങൾ രാജാക്കന്മാരുടെ അടുത്ത് പോയി നിങ്ങളുടെ ആവശ്യം പറയുക, ചോദിച്ചു വാങ്ങുക, അങ്ങനെ ഇവിടം സ്വർഗമാക്കി തരിക. വീണ്ടും അഗസ്ത്യമുനി പറയുന്നു, ഞാൻ എങ്ങനെ അവരെ സമീപിക്കും? ഞാനൊരു പുണ്യത്തിന് വേണ്ടിയല്ലേ ഞാൻ സന്യാസം സ്വീകരിച്ചത്, സന്യാസിയെ നടക്കുന്നു, അതുകൊണ്ട് എനിക്കതിനെ സാധിക്കുക. ലോപമുദ്ര ചോദിക്കുന്നു, പുണ്യം വേണോ ഇണചേരണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. പുണ്യം വേണോ ഇണചേരണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. തീരുമാനം നിങ്ങളുടേത് മാത്രമായിരിക്കും എന്ന് ലോപമുദ്ര പറയുന്നു. അഗസ്ത്യമുനി രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ ചെന്ന് ഭിക്ഷയാചിക്കുന്നു, ആവശ്യങ്ങൾ ചോദിക്കുന്നു.